ടർബോ മമ്മൂട്ടി കമ്പനിയുടെ 5ാമത്തെ പടം. അങ്ങനെ ടർബോ കണ്ടിട്ട് വന്ന വഴിയാണ്. എന്താ പറയുക, ഈ സിനിമ കാണണം എന്ന് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ, കാണാൻ വേണ്ടി വരുവാണെങ്കിൽ അവസാനത്തെ 15 മിനിറ്റ് അത് ഈ സിനിമയുടെ ക്ലൈമാക്സ് ഒരേ പൊളിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ ക്ലൈമാക്സ് ഫൈറ്റിന് വേണ്ടി മമ്മൂട്ടി ഇട്ടേക്കണ എഫേർട്ട് ഈ പ്രായത്തിൽ അതിന് ഹാറ്റ്സ് ഓഫ്. കാരണം ആ ഒരു എലമെൻറ്റ് അടിപൊളിയായിരുന്നു. നമുക്ക് ഗൂസ് ബംസ് ഫീലൊക്കെ തന്നിരുന്നു. സോ ഫ്രം ദ ബിഗിനിങ് ഞാൻ പറയാം, പടം ഓവറോൾ നോക്കുവാണെങ്കിൽ ഒരു ആവറേജ് 1 ടൈം വാച്ചബിൾ മാസ് അടിപ്പടം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു തട്ടിപൊളിപ്പൻ അടിപൊളി മാസ് പടം എന്നല്ല പറയാം. കഥ സ്റ്റാർട്ടിങ് ഫ്രം സ്ക്രിപ്റ്റ് അങ്ങനെ ഇതുവരെ കേൾക്കാത്ത കഥ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒരു നോർമൽ നമ്മൾ കണ്ടുപിടുത്ത കഥയൊക്കെ തന്നെയാണ്. പക്ഷേ അത് വൈശാഖ് പ്രസൻറ്റ് ചെയ്ത രീതി പ്ലസ് മമ്മൂക്കയുടെ ആക്ഷൻ, ഇത് കൂടുതലും ആക്ഷന് പ്രാധാന്യം കൊടുത്തെടുത്തുന്ന മൂവിയാണ്. നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം 5 or 6 ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ഫൈറ്റ് സീക്വൻസ് ഒക്കെ നൈസായിരുന്നു. പക്ഷേ അതിനകത്തൊരു മിസ്സിങ് എലമെൻ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇമോഷണൽ കണക്ഷനാണ്. അത് ഞങ്ങൾക്ക് മിസ്സിങ് ആയിരുന്നു. ഒരുപാട് ഫൈറ്റ് ഉണ്ട്, നല്ല ആക്ഷൻ സീക്വൻസ് ഉണ്ട്, ക്യാമറാഗ്രാഫി സിനിമാറ്റോഗ്രാഫി ഒക്കെ നൈസാണ്. പക്ഷേ എവിടേക്കോ നമുക്ക് പ്രേക്ഷകരായിട്ട് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് തോന്നില്ല തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ഇവന് 2 ഇടി കൊട്ടണം എന്ന്. അത് മിസ്സിങ് ആയിരുന്നു. അത് മേജർ ഡ്രോബാക്കാണ്. ഡയറക്ഷൻ വൈസ് പറയുകയാണെങ്കിൽ വൈശാഖിൻ്റെ മോൺസ്റ്ററിന് ശേഷമുള്ളൊരു പടം. വൈശാഖിൻ്റേതായ എലമെൻറ്റ്സ്, ഈ ക്ലൈമാക്സ് വൈശാഖിൻ്റെ വീക്ക്നെസ് അന്ന് നമ്മൾ ട്രോളിൽ കണ്ട പോലെ ക്ലൈമാക്സ് എലമെൻറ്റ് സൂപ്പറായിരുന്നു. അതുപോലെ തന്നെ ഡയറക്ഷൻ വൈസ് സ്റ്റൈല്, ക്യാമറ മൂവ്മെൻ്റ് രീതി, അതൊക്കെ ഒരു പെർഫെക്റ്റ് ആക്ഷൻ മൂവിയുടേതായിരുന്നു. സെക്കൻഡ് കംസ് മിഥുൻ മാനുവൽ തോമസ്. മിഥുൻ മാനുവലിൻ്റെ നമുക്ക് ആ ഒരു പഴയ ഗുമ്മ് കിട്ടിയില്ലെന്നാണ് പറയാം. കാരണം കഥ അങ്ങനെ വലിയ അല്ലെങ്കിൽ ഒരു നമ്മൾ ഇതുവരെ കാണാത്ത സർപ്രൈസിങ് ആയിട്ടുള്ള എലമെൻ്റ്, അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റ്. എനിക്ക് തോന്നുന്നു ഗരുഡന് ശേഷം ജോൺ വിക്കിൻ്റെ ആ ഒരു എലമെൻറ്റ് വന്ന പോലെ മാർവലിൻ്റെ കുറേ എലമെൻറ്റ്സ് ഒരു റെഫറൻസ് പോലെ വെച്ചിട്ടുണ്ട്. അത് നല്ലതായിരുന്നു. ബാക്കി മൂവി ഓവറോൾ നോക്കുവാണെങ്കിൽ എന്താ പറയുക, നിങ്ങൾ മമ്മൂട്ടി ഫാനാണ് അല്ലെങ്കിൽ നിങ്ങൾ മമ്മൂട്ടി ഒത്തിരി ഇഷ്ടമാണെങ്കിൽ മമ്മൂട്ടിയുടെ ആക്ഷൻ കാണാൻ വേണ്ടി വരാം, അത് ഗ്യാരണ്ടിയാണ്. പക്ഷേ ഒരു ഇമോഷണൽ കണക്റ്റ്, ഒരു നല്ലൊരു ഫീൽ ഗുഡ്, ഐ മീൻ ലൈക്ക് ഫീൽ പടം പോലെ തോന്നിയാൽ അതെനിക്ക് അത്ര കിട്ടിയില്ല. പിന്നെ എടുത്തു വേണ്ട ഒരു ക്യാരക്ടർ ഉണ്ട് കേട്ടോ, ബിന്ദു പണിക്കർ. എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ ബിന്ദു പണിക്കരെയാണ് മമ്മൂട്ടിയെക്കാട്ടുള്ള സ്കോർ ചെയ്തേക്കുന്നത്. പുള്ളിക്കാരുടെ ക്യാരക്ടർ അടിപൊളിയായിരുന്നു. മമ്മൂട്ടിയുടെ അമ്മയായിട്ടാണ് വരുന്നത്. നൈസ് ആയിരുന്നു. കുറച്ച് കോമഡി എലമെൻസ് ഒക്കെ ഉള്ള ക്യാരക്ടറായിരുന്നു. പുള്ളിക്കാരി നൈസായിരുന്നു. സോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മമ്മൂട്ടി കമ്പനിയുടെ 5 പടങ്ങളിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ഫീൽ ചെയ്ത കേട്ടോ ഒരു വൺ ഓഫ് ദ 5 ഏറ്റവും വീക്കസ്റ്റ് മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി എൻ്റെ അഭിപ്രായമാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് മാറി പറയാം, ഒരു മാസ് അടിപ്പടം തന്നെയാണ്. പക്ഷേ ആ ഒരു ഫീൽ മിസ്സിങ് ആയിരുന്നു. ബട്ട് മമ്മൂട്ടിയുടെ 15 മിനിറ്റ് അവസാനത്തെ ക്ലൈമാക്സ് അത് സെറ്റായിരുന്നു. രാജ്ബി ഷെട്ടി പുള്ളി നൈസായിരുന്നു കേട്ടോ. കാരണം ഒരു മാസ് വില്ലൻ, ഒരു ഭയങ്കര ക്രൂരനായ വില്ലൻ. ഈ വില്ലനാവാൻ ആജാന ബാഹു ആവണം അല്ലെങ്കിൽ വൻ സൈസ് വേണമെന്നൊന്നും വേണ്ട. രാജ്ബി ഷെട്ടി നമുക്ക് കണ്ടറിയാം മെലിഞ്ഞ ഒരു ആളാണ്. പക്ഷെ പുള്ളി വന്ന ആ ഒരു ഇമ്പാക്റ്റ് നൈസായിരുന്നു. പിന്നെ ക്ലൈമാക്സ് വേറൊരു ചെറിയൊരു സർപ്രൈസ് ട്വിസ്റ്റ് കൂടെ ഉണ്ട്, അത് ഞാനായിട്ട് പറയുന്നില്ല, നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാം. എന്തായാലും എന്നെ സംബന്ധിച്ചോളം ഇതൊരു 1 ടൈം വാച്ചബിൾ, ഒരു ആവറേജ് മമ്മൂക്ക അടിപ്പടമായിരുന്നു.